ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതിയായ ആത്മോപദേശ ശതകത്തിലെ ഓരോ ശ്ലോകങ്ങൾ ചെറിയ രീതിയിലൊന്ന് പരിചയപ്പെടുത്തുവാനുള്ള ശ്രമത്തിലാണ്. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ഈ സത്സംഗം നമ്മൾക്ക് ഗുരുവിൻ്റെ കൃതികളെ ചെറിയതായിട്ട് പരിചയപ്പെടാനുള്ള അവസരമാണ്. ഗുരുവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദർശനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഇതുവരെ ജനറലായിട്ട് സംസാരിച്ചു പോവുകയായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഭക്തന്മാർക്കും അന്വേഷകർക്കും ഗുരുവിൻ്റെ ദർശനം പഠിക്കുവാനും പരിചയപ്പെടുവാനും ആഗ്രഹമുള്ളവർക്കും പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗുരുവിൻ്റെ കൃതികളെ ഓരോരോ ശ്ലോകങ്ങളായി ചെറിയ രീതിയിൽ നമ്മൾ പരിചയപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവനെ നമ്മൾക്ക് അറിയുവാനും മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കണമെങ്കിൽ ഗുരുവിൻ്റെ തന്നെ വാക്കുകളിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഗുരുവിൻ്റെ വാക്കുകൾ എന്ന് പറയുമ്പോൾ അത് ഗുരുവിൻ്റെ കൃതികളാണ്. സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴിലുമായി 64 കൃതികൾ ഗുരു രചിച്ചിട്ടുണ്ട്. എല്ലാ കൃതികളും പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നതും മലയാളത്തിൽ ഉള്ളതുമായിട്ടുള്ള ഒരു കൃതിയാണ് ആത്മോപദേശ ശതകം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് സാമാന്യമായിട്ട് ആധ്യാത്മികമായി സഞ്ചരിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാകും, ആത്മാവിനെ കുറിച്ചുള്ള 100 ശ്ലോകങ്ങളാണ്. മനുഷ്യൻ ചിന്തിക്കുവാൻ തുടങ്ങിയ കാലം മുതൽ അവൻ ബാഹ്യമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള സുഖങ്ങളെയൊക്കെ അനുഭവിക്കുകയും അതിൻ്റെ പരിമിതികളെ മനസ്സിലാക്കുകയും ചെയ്തപ്പോഴാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ചിന്ത അവനിൽ അങ്കുരിച്ചത്. അത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയ ഒരു പ്രക്രിയയാണ്. മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ കൂടുതൽ സംസ്കാര സമ്പന്നനാകുന്തോറും ഈ ചിന്ത അവനെ കൂടുതൽ ആഴത്തിലേക്ക് കടന്നു പോകാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവനും ആത്മാവും എപ്പോഴും എല്ലാ മതങ്ങളിലും പ്രതിപാദിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ ആത്മാവിനെക്കുറിച്ച് 100 ശ്ലോകങ്ങളിലൂടെ ഗുരു അത് അവതരിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ഗുരുവിൻ്റെ സന്നിധിയിൽ ഒരു അന്വേഷകൻ, അവൻ ശിഷ്യനാകാം, ഒരു ഭക്തനാകാം, അങ്ങനെ പല രീതിയിലാണ് ഒരു ഗുരുവിൻ്റെ സന്നിധിയിൽ ഒരു വ്യക്തി വരുന്നത്. അപ്പോൾ ഇവിടെ ആത്മാവിനെക്കുറിച്ച് അന്വേഷിച്ച് വരുന്നവൻ അവൻ സാധാരണക്കാരനല്ല. അതായത് സാമ്പത്തികമായിട്ടുള്ള നിലയെക്കുറിച്ചല്ല പറയുന്നത്. അവൻ ബൗദ്ധികമായി നല്ല ഉണർവുള്ളവനാണ്. അങ്ങനെ ബൗദ്ധികമായി ചിന്താശേഷി ഉള്ളവർക്ക് മാത്രമാണ്
ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുവാനായിട്ട് ഉള്ള ധൈര്യമുള്ളത്. സാധാരണ ദൈവവും ഈശ്വരനും അമ്പലങ്ങളും പള്ളികളും മോസ്കുകളുമൊക്കെ അത്രമാത്രം ആഴത്തിലേക്ക് ബുദ്ധിയെ ഉണർത്തിവിടേണ്ട ആവശ്യമില്ലാത്ത സങ്കേതങ്ങളാണ്. പക്ഷേ സത്യാന്വേഷണം തുടങ്ങുമ്പോൾ ശരിക്കും ഈശ്വരനെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവനവനെക്കുറിച്ച് ഉള്ള അന്വേഷണം എന്ന് പറയുന്നത് അന്ധമായിട്ടുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമല്ല, മറിച്ച് അവൻ്റെ കണ്ണ് തുറക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് അവൻ അന്വേഷിച്ച് ഇത് കണ്ടെത്തിയ ഒരു ഗുരുവിനെ സമീപിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗുരുവിനെ സമീപിക്കുമ്പോൾ ആ ഗുരു എന്താണ്, എങ്ങനെയാണ് ശിഷ്യന് വേണ്ടി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? ശിഷ്യനെന്ന് പറയുന്നത് അന്വേഷകനാണ്, ജിജ്ഞാസുവാണ്, അല്ലെങ്കിൽ ജിജ്ഞാസുവായിരിക്കണം. വെറുതെ പോകുന്ന വഴിക്ക് ഇതൊന്ന് മനസ്സിലാക്കാം എന്നുള്ള ശ്രമത്തിൽ പോകുന്നവർക്ക് ഇത് മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഭൗതികവാദം, ആത്മീയവാദം എന്നൊക്കെ പറഞ്ഞ് രണ്ട് തിരിവുകൾ ഇവിടെ നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതിൻ്റെ ഒരു പരിചയപ്പെടൽ കുറേ സാധാരണ കുറച്ച് അധികം സമയം വേണ്ടുന്ന ഒരു കാര്യമാണ്. എങ്കിലും ആമുഖമായി ഇത്രയും കാര്യം പറഞ്ഞിട്ട് നമുക്ക് ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ ശ്ലോകം നമുക്ക് വായിച്ച് അതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം മാത്രമാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആത്മോപദേശ ശതകം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഒരുവിലും ഒത്ത് പുറത്ത് ഉജ്ജ്വലിക്കും, കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെരെ വീണ് വണങ്ങി ഓതിടേണം എന്നാണ് ശ്ലോകം തുടങ്ങുന്നത്. അത് നമ്മൾക്ക് അടുത്ത ദിവസത്തെ സത്സംഗത്തിൽ വിവരിക്കാം. ഏവർക്കും നമസ്കാരം.